ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് തോമസ് ബ്രദൻ ബാവ ആത്മീയ ഗോളത്തിലെ സൂര്യ തേജസ്സാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പരിശുദ്ധ യാക്കോബായ സൂര്യാനി ഓർത്തഡോക്സ് സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവായും തൃശൂർ ഭദ്രാസന മുൻ മെത്രാപ്പൊലിത്തയുമായിരുന്ന ഭാഗ്യസ്മരണാർഹനായ ആബൂന്മാർ ബസേലിയോസ് തോമസ് ബ്രദൻ കാതോലിക്ക ബാവയ്ക്ക് തൃശൂർ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് തൃശൂർ ടൗൺ ഹാളിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ രാജൻ. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഓർക്കാനും പറയാനുമാണെങ്കിൽ എത്രയോ അനുഭവങ്ങൾ ഇവിടെ ഉള്ളവർക്കെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടാകും. സഭയുടെ ശ്രേഷ്ഠമായ നേതൃത്വത്തെക്കുറിച്ച്, അദ്ദേഹം നമുക്കിടയിൽ പങ്കുവച്ച സ്നേഹത്തെക്കുറിച്ച്, സാധാരണ നിലയിൽ ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളെ ഒരു പാഠപുസ്തകമായി നടത്തിയ ചൂണ്ടുപലകകളെക്കുറിച്ച്, നിഷ്കപടമായിട്ടുള്ള സ്നേഹവും നിർമ്മലമായിട്ടുള്ള പുഞ്ചിരിയും കാർക്കശ്യമായ നിലപാടുകളും ഉയർന്ന നീതിബോധവും അടിയുറച്ച ദൈവവിശ്വാസവും അചഞ്ചലമായ ഭക്തിയും പരിശുദ്ധ സിംഹാസനങ്ങളോടുള്ള വിധേയത്വവും വഴി യഥാർത്ഥത്തിൽ ആടുകളെ ശരിയായ ദിശയിൽ നയിച്ച മഹാനായ അയുടെ ശ്രേഷ്ഠന്റെ വിയോഗം. ശ്രേഷ്ഠ കാതോലിക്ക ബാവ ആത്മീയ ഗോളത്തിലെ സൂര്യ തേജസ്സാണെന്നും തന്റെ ജീവിതശൈലിയും പ്രവർത്തനങ്ങളും സഭയ്ക്ക് മാത്രമല്ല പൊതുസമൂഹത്തിന് മാതൃകയാണെന്നും അചഞ്ചലമായ ഭക്തി, ഉയർന്ന നീതിബോധം, കർക്കശമായ നിലപാടുകൾ, പരിശുദ്ധ സിംഹാസനത്തോടുള്ള വിധേയത്വം എന്നിവയിലൂടെ ആടുകളെ ശരിയായ ദിശയിൽ നയിച്ച മഹാനായ ഇടയ ശ്രേഷ്ഠനായി ബാവയെ എക്കാലവും കേരളം സ്മരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഭദ്രാസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മാർ ക്ലീമീസ് മെത്രാപ്പോലീത്ത അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഭദ്രാസനത്തെ അടിത്തറ പാകിയത് ശ്രേഷ്ഠ ബാവയാണെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ക്ലീമീസ് മെത്രാപ്പോലീത്ത പറഞ്ഞു. സീറോ മലബാർ സഭയുടെ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, കൽദായ സുറിയാനി സഭയുടെ ഔഗേൻ കുര്യാക്കോസ്, മലബാർ സോദർ സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് എന്നീ മെത്രാപ്പോലീത്തമാരും തൃശൂർ മുൻ മേയർ IP പോൾ, ബന്ദി ജോയ് T വർഗീസ് കോർപ്പിസ്കോപ്പ എന്നിവർ സംസാരിച്ചു. ഭദ്രാസനിലെ വിവിധ പള്ളികളിൽ നിന്നും നിരവധിയായ വിശ്വാസികൾ പങ്കെടുത്തു. ഭദ്രാസന സെക്രട്ടറി ഫാദർ ജെയ്സൺ കെ ജോൺ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി റെജി പൗലോസ് കണ്ണാറ നന്ദിയും പറഞ്ഞു. പ്രത്യേകിച്ച് തൃശ്ശൂർ ഭദ്രാസനത്തെ ഒരുപാട് സ്നേഹിക്കുകയും തൃശ്ശൂർ ഭദ്രാസനത്തിലെ ഏത് പ്രവർത്തനങ്ങളും പരിശുദ്ധ സഭയോട് ഭദ്രാസനത്തോട് ചേർന്ന് നിൽക്കുന്ന ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നമ്മോട് കൂടെ ആയിരുന്നു. ശ്രേഷ്ഠഭാവമായുള്ള സ്നേഹത്തെ പ്രതി കരുക്ക് മധ്യേ കടന്നു വന്ന് ഈ അനുസ്മരണ സമ്മേളനം അത് ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ചു. അദ്ദേഹത്തെ പ്രത്യേകം നന്ദിയോടെ അറിയിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, തൃശ്ശൂർ അതിരൂപത അല്ലെങ്കിൽ തൃശ്ശൂർ പട്ടണം മുഴുവൻ നിലനിൽക്കുന്നതായ ഒരു വ്യക്തി പ്രഭാവമാണ് അഭിമന്യനായിരിക്കുന്ന മോർ ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെ വ്യക്തിപ്രഭാവം. ഒരുപാട് തിരക്കുകളുണ്ട്. അഭിമന്യ പിതാവിന് വേഗം പോകേണ്ടതുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അഭിമന്യ പിതാവിനെ ഈ തൃശ്ശൂരിന് വേണ്ടി ഒരുപാട് സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്ന തൃശ്ശൂർ ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ തൃശ്ശൂർ ഭദ്രാസനത്തിലെ യുഗനായ നമ്മുടെ മന്ത്രി ശ്രീ രാജൻ, ഇപ്പോൾ ഈ ഭദ്രാസനത്തിലെ പ്രിയപ്പെട്ട കോർപ്പിസ്കോപ്പമാർ, ശിഷ്യന്മാരെ, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സഹോദരന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യാക്കോബായ സുറിയാനി സഭയ്ക്ക് ദീർഘനാൾ ശക്തമായ നേതൃത്വം നൽകി നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ ബസേലിയോസ് തോമസ് ബ്രദൻ കാതോലിക്ക ബാവയുടെ നിര്യാണത്തിലുള്ള അനുശോചനം രേഖപ്പെടുന്നതോടൊപ്പം എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക തിരിച്ചു പോകേണ്ടി വന്നു. ഞാൻ അവിടെ ബാവയുടെ അടുത്തുനിന്ന് പ്രാർത്ഥിക്കാനും തിരിച്ചാണ്ടി നേരാനും വേണ്ടി തന്നെയാണ് അന്ന് ഞാൻ പോയത്. തീർച്ചയായിട്ടും യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിഗ്രഹം തീരെ നഷ്ടം തന്നെയാണ്. യാക്കോബായ സഭയ്ക്ക് കൊടുത്ത് എല്ലാവരും ഒന്നിപ്പിച്ച് നിർത്തിയത് ബാവയാണ് എന്നതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. ബാവ തിരുമേനിയുമായി ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ വ്യക്തിപരമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ. അത് ഞാൻ KCBC കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡൻ്റായപ്പോൾ 2009-2010 കാലഘട്ടത്തിലാണ്. അന്ന് പലരും ആവശ്യപ്പെട്ടതനുസരിച്ച് അന്നത്തെ പ്രതിസന്ധിയും സമരത്തിൻ്റെ നിരാകാര സമരമൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നു. അന്നത്തെ പ്രതിസന്ധിയിൽ ഇക്കാര്യത്തിൽ രണ്ട് സഭകൾ തമ്മിൽ ഇടപെടണം എന്ന് പറഞ്ഞ് ഞാൻ ബന്ധപ്പെട്ട കുറച്ച് പേരെ അവരോട് സംസാരിക്കാൻ ബന്ധപ്പെടാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ബാവ തിരുമേനിയെക്കുറിച്ച് ഓർക്കുന്നത്, ബാവ തിരുമേനി ഉടനെ തന്നെ എന്നെ വിളിച്ച് അന്ന് ഞാൻ ഓർക്കുന്നതാണ്.
എന്നെ വിളിച്ച് അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും ആശങ്കകളെക്കുറിച്ചും ഒരു കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് ഇക്കാര്യത്തിൽ ഇടപെടുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് വളരെ ഭാവാത്മകമായി അന്ന് 2010 ഞാൻ കൃത്യം ഓർക്കുന്നില്ല. ഞാൻ KCBC പ്രസിഡൻ്റായിരുന്ന അവസരത്തിലാണ് ഞാൻ ഓർക്കുന്നതാണ്. ഭാവ അതിനെ ഒരു പോസിറ്റീവായി കണ്ട് ഇക്കാര്യത്തിൽ ചെയ്യുന്ന നല്ലതാണ്. ഏതായാലും എനിക്ക് അധികം മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്നതൊരു സത്യം തന്നെയാണ്. ശ്രമിച്ചു, പിന്നെ നോക്കിയപ്പോൾ പിന്നെ അത് അധികം മുന്നോട്ട് പോകില്ല എന്ന് തോന്നിയുകൊണ്ട് പിന്നെ ആ ചർച്ചകളൊക്കെ ഞാൻ അന്ന് അവസാനിപ്പിക്കുകയും ചെയ്തു.